കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയെ തോൽപ്പിക്കാൻ RSP പ്രാദേശിക നേതാക്കൾ ശ്രമിച്ചെന്ന പരാതിയുമായി കോൺഗ്രസ്. CPIM ജില്ലാ നേതാക്കളുമായി RSP കൊല്ലം സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ കൂടിക്കാഴ്ച നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കൊട്ടിക്കലാശത്തിന് തലേന്ന് രാത്രിയിലായിരുന്നു കൂടിക്കാഴ്ച. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. RSPയുടെ കൊല്ലം സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CPIM നേതാക്കളുമായി ചർച്ച നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ. RSPക്ക് അകത്തുപെട്ട 3-4 പേര് അല്ലെങ്കിൽ 5-6 പേരാണ് ഇത്തരത്തിലൊരു ഡീല് CPIMുമായിട്ട് നടത്തിയത്. അതിന് ഇത്തരത്തിലൊരു ഡീൽ ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ സംശയമുള്ളതുകൊണ്ട് വ്യക്തമായ നിലയിൽ ചില ആളുകളെ നമ്മൾ ഇതിൻ്റെ സ്പൈ വർക്കിനായിട്ട് തന്നെ ഈ പറഞ്ഞ ആളുകളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്കിത് കൃത്യമായിട്ട് ഈ സംഭവിച്ച ദിവസം തന്നെ ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. കാരണം ഈ പറഞ്ഞ ലോക്കൽ സെക്രട്ടറി സദു പള്ളിത്തോട്ടം എന്ന് പറയുന്ന ലോക്കൽ സെക്രട്ടറി ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കകാലം തൊട്ടേ നമ്മളുമായിട്ട് സഹകരിക്കാതെ ചില വൈഷമ്യങ്ങൾ പറയുകയും മറ്റു ചില നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഞാനിത് RSP ജില്ലാ സെക്രട്ടറി എടുത്തും കൊല്ലം അസംബ്ലി സെക്രട്ടറി എടുത്തും പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ RSP നേതാക്കൾ ഇത് ചർച്ച ചെയ്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് തൽക്കാലത്തേക്ക് ചുമതല മറ്റൊരാളിന് RSP കൈമാറുകയും ചെയ്തിരുന്നു. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രി ചേരുകയാണ്. സൂര്യഗായത്രി, RSP കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ അത്യാവശ്യം പ്രവർത്തകരും നേതാക്കളുമൊക്കെയുള്ള ഒരു ഘടകകക്ഷിയാണ് UDFിലെ. ആ പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വം ഈ നിലയിൽ വോട്ടുമറിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണമാണല്ലോ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, UDFിനെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ജില്ലയിൽ വലിയ തരത്തിലുള്ള പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ജില്ല തന്നെയാണ്. പ്രത്യേകിച്ച് കൊല്ലം മണ്ഡലത്തിൽ ഉൾപ്പെടെ ബിന്ദു കൃഷ്ണയ്ക്ക് വലിയ ഭൂരിപക്ഷം നേടി വിജയിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് പ്രചാരണമൊക്കെ നടത്തി പോന്നിട്ടുമുണ്ടായിരുന്നത്. ഇപ്പോൾ ബിന്ദു കൃഷ്ണയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് CPIMുമായിട്ട് UDFിലെ ഘടകകക്ഷിയായിട്ടുള്ള RSP ഒരു ഡീൽ നടത്തി എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ടാണ് കോൺഗ്രസ് അത്തരത്തിലുള്ള ആരോപണം ഉയർത്തുന്നത് എന്നുള്ളതാണ്. ഈ ചർച്ച നടക്കുന്നത് അല്ലെങ്കിൽ CPIMന്റെ കൊല്ലം ജില്ലാ നേതാക്കളും അതുപോലെ തന്നെ RSPയുടെ നേതാക്കളും പ്രത്യേകിച്ച് കൊല്ലം സൗത്ത് ലോക്കൽ സെക്രട്ടറി സദു പള്ളിത്തോട്ടത്തിനെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നത്. ഈ കലാശക്കൊട്ടിന് മണിക്കൂറുകൾക്ക് മുമ്പ്, അതായത് കലാശക്കൊട്ടിന്റെ തലേ ദിവസം രാത്രിയാണ് ബീച്ച് റോഡിലെ ഹോട്ടലിൽ വെച്ച് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നത്. ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ ബിന്ദു കൃഷ്ണയെ പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ വോട്ട് മറിക്കുക എന്ന ഉദ്ദേശം തന്നെയായിരുന്നു എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തുന്നത്. നേരത്തെ തന്നെ അത്തരത്തിലുള്ള സമീപനങ്ങൾ RSSന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാമെന്നുള്ള സംശയമുണ്ടായിരുന്നു എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇപ്പോൾ പരസ്യമായിട്ട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് വേറെ ആളുകളെയൊക്കെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ച അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. UTUC ജില്ലാ നേതാവിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് എന്നുള്ള വലിയ ആരോപണം കൂടി ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. RSP അത്തരത്തിൽ കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് നേതാവിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് CPIMുമായിട്ട് വലിയ തരത്തിലുള്ള ഒരു ഡീൽ നടത്തി. അത് എത്തരത്തിലുള്ള ഡീലാണ് എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത് എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പ്രത്യേകിച്ച് ഈ കൂടിക്കാഴ്ച നടത്തിയ RSP നേതാവ് അത് തീരദേശ മേഖലയുമായിട്ട് വലിയ ബന്ധമുള്ള നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ തീരദേശ വോട്ട് അത്തരത്തിൽ CPIMലേക്ക് മറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണോ ഇവർ തമ്മിൽ നടത്തിയത് എന്ന തരത്തിലുള്ള ആരോപണമൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ബിന്ദു കൃഷ്ണയുടെയും RSP നേതാക്കളുടെയും അടക്കം പ്രതികരണങ്ങൾ ഇനിയിപ്പോൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസ് എന്തായാലും ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. അത്തരത്തിലുള്ള വോട്ട് മറിക്കാനുള്ള ശ്രമങ്ങൾ RSP നടത്തിയിട്ടുണ്ട്. CPIMന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ RSPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പ്രധാന നേതാക്കൾ തന്നെ അത്തരത്തിൽ ഉള്ള നീക്കങ്ങൾ നടത്തി ശ്രമങ്ങൾ നടത്തി എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തുന്നത്. ഇതേ തുടർന്ന് നേരത്തെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയെ തോൽപ്പിക്കാൻ RSPയുടെ പ്രാദേശിക നേതാക്കൾ ശ്രമിച്ചെന്ന പരാതിയുമായി ഇപ്പോൾ കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ടാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.